വെൽക്കം ബാക്ക് ടു ടിൻ സ്റ്റാർസിന്റെ പുതിയ സ്വാഗതം. ടിൻ സ്റ്റാർസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുകയല്ലേ? ഞങ്ങൾ എത്ര വലിയ സുഖത്തിലൊന്നല്ല, പിള്ളേർക്ക് നല്ല വയ്യകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വൈറൽ ഫീവർ ഒക്കെ ആയിട്ട് ഞങ്ങൾ സമ്പന്നരാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് വേറൊരു പണി വന്നിട്ടുണ്ട്. ഈ പണി വന്നിട്ട് ഏകദേശം ഒരാഴ്ചയായി. പക്ഷെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പക്ഷെ ഞങ്ങൾ ആ ആഴ്ചതിനെല്ലാം തീരുമാനിക്കും, ഇതുണ്ടാക്കണം അതുണ്ടാക്കണം എന്ന്. പക്ഷെ ശ്രമിക്കൂല. ഒരു 8 മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷെ അത് ഉണ്ടാക്കാൻ സാഹചര്യത്തിലായിരുന്നില്ല. പിള്ളേർക്ക് വയ്യായതുകൊണ്ട് നമ്മുടെ പാറൂസ് ഇപ്പൊ 2 ദിവസമായിട്ട് പനിയായിട്ട് പോയിട്ടില്ല. പക്ഷെ ഒരാഴ്ച മുമ്പേ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മുടെ പാറുമോളുടെ ബട്ടർഫ്ലൈ ഡേ ആണ്. അപ്പൊ അതിന് വേണ്ടിട്ട് അവൾക്ക് ഒരു ബട്ടർഫ്ലൈ പേപ്പർ ക്രാഫ്റ്റ് ചലഞ്ച്. ഞങ്ങൾക്കൊരു സംഭവം ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾ യൂട്യൂബിൽ ഭയങ്കര ടഫ് ആയിട്ടുള്ളതും ഭയങ്കര വലുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി എടുക്കുള്ളൂ. ഞങ്ങൾ ചിന്തിക്കില്ല നമുക്ക് ചെയ്തെടുക്കാനുള്ള സമയം ഉണ്ടാവും, നമ്മുടെ സാഹചര്യം അങ്ങനെയാണോ അതൊന്നും നോക്കില്ലേ. അതെ, അത് കാണുമ്പോ ഭയങ്കര സിമ്പിൾ ആണ്. ഞങ്ങൾക്ക് കാണുമ്പോ ഇത്രയ്ക്കേ ഉള്ളൂ. അത് ചുരുട്ടിനൊരു സമയം മതി, ഒട്ടിച്ച് വേഗം തീർക്കാം. പക്ഷെങ്കിൽ അല്ല, നമ്മൾ അത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ച് പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി കണ്ടപ്പോൾ ഇത്തിരി സിമ്പിൾ ആയിട്ടൊക്കെ തോന്നി. പിന്നെ നമ്മൾ എങ്ങനെയാണെങ്കിലും നിൽക്കും. പക്ഷെ പിള്ളേർക്കൊക്കെ വയ്യാത്ത സിമ്പിൾ തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനായിട്ട് എളുപ്പമായിട്ട് ചെയ്യാം. പക്ഷെ ഞങ്ങൾക്കൊക്കെ അതിനിടയിൽ എങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്ന് പിന്നെ വരെ അതൊക്കെ ആവുമ്പോഴാണ് ബുദ്ധിമുട്ട്. അപ്പൊ ഇന്ന് നമ്മുടെ പാറുക്കുട്ടിയുടെ പാറുക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഉറക്കമുളച്ച ഞങ്ങളുടെ ഒരു യാത്രയാണ്. എന്നും അങ്ങനെ തന്നെയാ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ അക്വ വേൾഡ് നമ്മള് നല്ല അടിപൊളിയായിട്ട് വാട്ടർ ആനിമൽസ് ഇൻ 3D എഫക്റ്റിലൊക്കെയാണ് ചെയ്തുകൊണ്ട് പോയത്. 3D. അപ്പൊ നമ്മുടെ എല്ലാവരുടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ പാറൂസിന് കൊടുത്തിട്ടുള്ള വർക്കിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ശരിക്കും ഉറക്കമുളച്ചിരുന്ന് പണി പെട്ട് ചെയ്ത സംഭവമാണ്. പക്ഷെ ഇത്രയും ലേറ്റ് ആയിട്ടില്ല ഒന്നും ചെയ്യണ്ട. അത് വേറെ ഒന്നുമല്ല, അതായത് മെയിൻ ആയിട്ട് നിൽക്കുന്ന ആള് കീത്തുവാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഇതിന്റെ വലിയ ഐഡിയ ഒന്നുമില്ല, ഞാൻ സൈഡ് വർക്ക് മാത്രമേ ഉള്ളൂ. അത് പിള്ളേർക്ക് ഭയങ്കര നടക്കണ്ടൊക്കെ വന്നു. അപ്പൊ അതിന്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ സമയം പോയി. പക്ഷെ ഒരു സമയം പോലും വെറുതെ തിന്നില്ല. പക്ഷെ കുറെ വെട്ടാനും ചുരുട്ടാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ ടൈം പോയി. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ വീഡിയോ നമ്മൾ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോവാം. വീട്ടിലേക്ക് പോണേക്കും ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാട്ടെ. ഇത് ലവ് ലാപ്പിന്റെ ഡൈപ്പർ റാഷസ് ക്രീമാണ്. ഡൈപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് റാഷസ് വരെ സ്വാഭാവികം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. 0 month പ്ലസ് തൊട്ടിട്ട് യൂസ് ചെയ്യാം. എത്ര ഏജ് വരെ വേണമെങ്കിലും ഡൈപ്പർ യൂസ് ചെയ്യുന്ന പിള്ളേരുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മക്കളുടെ നാപ്പി ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നല്ല സ്മൂത്തൻ ചെയ്യണം, നല്ല സോഫ്റ്റ് ആക്കി വെക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിൽ വൈറ്റമിൻ ഇ ഉണ്ട്, അതേപോലെ തന്നെ മിൽക്ക് പ്രോട്ടീനും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ നമുക്ക് പേടിക്കാൻ ഒന്നും ഒരു ആവശ്യമില്ല. അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ നമുക്കിത് ഡയറക്റ്റോടെ യൂസ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ കാണിക്കാത്തത്. നമ്മുടെ പിള്ളേർക്ക് വളരെ കുഞ്ഞിലെ തൊട്ട് മേടിച്ച് വെച്ചിട്ടുള്ളൊരു ക്രീമാണ്. ലവ് ലാപ്പിൻ്റെ ഒരു അടിപൊളി പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ താഴെ ലിങ്ക് ഞാൻ കൊടുക്കാം, നിങ്ങൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതേ പ്രിസത്തേക്കാണ് വന്നിട്ടുള്ളത്. നമ്മളെ ഏരിയ അറിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കരമായിട്ട് അവൈലബിൾ ആവുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂരിലെ പ്രിസം ഒരു സെൻറ്റർ. എല്ലാം അതുണ്ട്, A to Z കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ പൈസയും ഉണ്ട്, അതാണ് ഒരു വ്യത്യാസം. അതായത് നമുക്ക് നല്ല പൈസയും ഉണ്ട് അവിടെ. പക്ഷെ വേറെ ഒരിക്കലും നമുക്കിങ്ങനെ അലയേണ്ടി വരില്ല. അതായത് നമുക്ക് എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് A to Z സാധനങ്ങൾ മേടിക്കാം. അപ്പം നമുക്ക് ബട്ടർഫ്ലൈ ഡേക്ക് ബട്ടർഫ്ലൈ ആണ് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ഗിൽറ്റ് പേപ്പേഴ്സ് മേടിക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ കളർ A4 ഷീറ്റും നമുക്ക് മേടിക്കണം. അപ്പോൾ പാറുവിന് ഓൾറെഡി നമ്മളത് കുറച്ചുണ്ട് കളേഴ്സ്. പക്ഷേ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു ഐഡിയ വേറൊരു ടൈപ്പിലുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാതും മേടിക്കണം. പിന്നെ നമ്മൾ ഫയല് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രസത്തിൽ കയറിയിരുന്ന നേരം കൊണ്ട് നല്ല മഴ പെയ്തിട്ടുണ്ടായിട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇറങ്ങിയത്. ഞാനും കീത്തും നിഖിലും എല്ലാവരും കാറിലുണ്ട്. അപ്പോൾ ഇനി നേരെ കാറിലേക്ക് പോകണം. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഫസ്റ്റ് നമുക്ക് കാർഡ്ബോർഡാണ് വേണ്ടത് കേട്ടോ. പാറുക്കുട്ടിനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റിക്കുന്ന എല്ലാ ഏരിയയിലും നമ്മൾ അവളെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടമാണ്, നമ്മൾ പിടിച്ചു കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല, ഇഷ്ടമാണ്. അപ്പം നമ്മൾക്ക് കിട്ടുന്ന ഈ പ്രൊമോഷൻ്റെ പ്രൊഡക്റ്റുകളുടെ കാർഡ്ബോർഡ് ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കാറില്ല. നമ്മുടെ കുഞ്ഞു വീട്ടിൻ്റെ അപ്പുറത്ത് നമ്മളൊരു ചായ ഇട്ടിട്ടുണ്ട്, അവിടെ നമ്മൾ ഫുൾ സ്റ്റോക്ക് ആക്കി വെക്കും. അപ്പം അവിടെ നിന്ന് അതെടുത്തു
പാറു മാമ വരയ്ക്കണുണ്ടോ? എങ്ങനത്തെയാണ് വരയ്ക്കേണ്ടത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ പാറുവിന്? എവിടെ ബുക്കിൽ എവിടെ വരച്ചത് നോക്കട്ടെ. ഓ ഇതുപോലത്തെ വേണല്ലേ? കീത്തു കണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ കഥാനായിക കീത്തു ആണ് വരയ്ക്കാനായിട്ട്. എപ്പോഴും നമുക്ക് വരയ്ക്കാനൊക്കെ ഇപ്പോൾ കീത്തുവിനാണ് അറിയുക, എനിക്കൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ ചേട്ടനും ചെയ്യും, നിതീഷ് ചേട്ടനും കുറച്ച് നാൾ മുമ്പ് ഇതുപോലൊരു ക്രാഫ്റ്റിനൊക്കെ ചേട്ടനാണ് ചെയ്തത്. പിന്നെ നമ്മൾ യൂട്യൂബിൽ നിന്ന് കോപ്പി അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഒരു സ്വഭാവം, നമുക്ക് എന്താണോ ക്രാഫ്റ്റ് വേണ്ടത് അത് അടിച്ചു നോക്കും, ഏറ്റവും ടഫസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതായത് നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്ത് കൊടുക്കണം എന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതായത് കളേഴ്സ് എങ്ങനെയാണ് പാറ്റേൺ വരുന്നതെന്നൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഞങ്ങളുടെ ഒരു ആൽബം താരകേ ആൽബമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കിത്തും. നമുക്കിതിൽ ഈ ഒരു പേപ്പറിൽ ബട്ടർഫ്ലൈനെ വരച്ചിട്ട് ഈ ഒരു പേപ്പറിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ അതേ പാറൂസ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മുടെ പാറുക്കുട്ടി തൊട്ടെടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. പാറു ഇങ്ങനെ വരും. പാറു പറയുന്ന രീതിക്ക് ഒരു തുമ്പിനെ വരച്ചത് മേമേന്നൊക്കെയാണ് പറയുന്നത്. LKG പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇഷ്ടംപോലെ ക്രാഫ്റ്റുകൾ ഇഷ്ടംപോലെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ അമ്മമാരായിരിക്കുമല്ലോ നമുക്ക് ഇതൊക്കെ ചെയ്തു തരുന്നത്. നമ്മളിപ്പോൾ എത്ര വലുതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാരല്ലേ ചെയ്തു തരാറുള്ളത്. എനിക്കൊക്കെ ഒരു സമയം വരെയൊക്കെ എൻ്റെ അമ്മയച്ഛനൊക്കെ തന്നെയാണ് ഇത് ചെയ്തു തന്നിട്ടുള്ളത്. പിന്നെ അത്ര വലുതായിട്ടൊക്കെയാണ് ഞാൻ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ എഫേർട്ട് എടുക്കുക കീത്തുമായിരിക്കും. ഇത് സെലക്ട് ചെയ്യുന്ന ആളൊക്കെ കീത്തു തന്നെയാണ് മിക്കതും. അതിപ്പോൾ ഏത് സൈസിലുള്ളത് ചെയ്യണം, ഏത് ഡിസൈൻ ചെയ്യണം, ഏത് കളർ ചൂസ് ചെയ്യണം, അതൊക്കെ ഞാൻ അവൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പിന്നെ സീൻ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര ത്രില്ലാണ് നമുക്ക് ചെയ്യാനൊക്കെ. പക്ഷേ ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും സ്കൂളിലേക്ക്. നമ്മൾ മിക്കവാറും പാറുവിനെ പഠിപ്പിക്കുന്ന ഈ സ്കൂളിൽ തന്നെ അവളെ വിടാൻ ചാൻസ് ഉള്ളത് അറിയത്തില്ല കേട്ടോ. 3 പേർക്ക് ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെയാവുമെന്നാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും അപ്പം പറ്റുന്ന പോലെ ചെയ്യുള്ളൂ. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു കീത്തുവിന് ഏറ്റവും കൂടുതൽ ടാസ്ക്കായ ഒരു സംഭവം ഈ ഒരു നമ്മുടെ ഈ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബട്ടർഫ്ലൈ കാർഡ്ബോർഡും പെട്ടിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനൊക്കെ തിന്നായിട്ടുള്ള കാർഡ്ബോർഡും പെട്ടി ഉണ്ടാവും. നമ്മൾ പറഞ്ഞില്ല വിറക് പെരയിലാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ കാർഡ്ബോർഡും അതിൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല, നിറച്ച് ഉറുമ്പൊക്കെ ആയിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് കണ്ടതെടുത്തിട്ട് പോന്നു അന്ന്. അങ്ങനെയാണ് വാസ്തവം. അപ്പം ഞങ്ങളുടെ വലിയേട്ടനും ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണികൾക്കൊക്കെ വയ്യാണ്ടിരിക്കുന്ന കാരണം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ ചേട്ടൻ കുറേ ഹെൽപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട്. കുട്ടികളൊക്കെ ഒരു വിധത്തിൽ നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. അതായത് അയിനുവിനെയും കാശിക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തപ്പോൾ കീർത്ത് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം 8:30 ഒന്നും നോക്കിയിട്ടില്ല. ആ സംഭവം ജസ്റ്റ് ഒന്ന് പീസ് വെട്ടി വെച്ചിട്ടേ ഉള്ളൂ. വേറെ നമുക്ക് കുറേ കട്ട് ചെയ്തെടുക്കാനൊക്കെ. അപ്പോൾ നമ്മളിത് ഒരു യൂട്യൂബിലൊരു സംഭവം നോക്കിയിട്ട് റെഫർ ചെയ്ത് ചെയ്യുന്നതാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ഇതുപോലത്തെ നമ്മൾ തൊട്ട് മുമ്പത്തെ എക്സിബിഷൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്സിബിഷൻ്റെ വീഡിയോയിൽ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് എക്സിബിഷൻ നമ്മൾ ചെയ്യുന്നത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്, അത് പാരൻസ് ചെയ്ത് കൊടുക്കേണ്ടതല്ല. എക്സിബിഷൻ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റ് വേണം, അത് വളരെ സത്യമാണ്, വേണം എന്നുള്ളത്. പക്ഷേ ഒരു LKG ഒരു കാറ്റഗറിയിലുള്ള കുട്ടികളുടെ എക്സിബിഷനൊക്കെ വെക്കുമ്പോൾ അവർക്കതിനൊന്നും ചെയ്യാൻ അറിയില്ല. അതായത് അവരെ നമ്മൾ എടുത്തിരുത്തണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് അവർ കാണണം നമ്മൾ എന്താണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു ഗിൽട്ട് പേപ്പർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ അറിയാത്ത പിള്ളേരാ, അല്ലെങ്കിൽ ഇതിൽ കളർ പേപ്പേഴ്സ് ഏതാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ കണ്ടുപിടിക്കാൻ അറിയാത്ത പിള്ളേരാണ്. ആ പിള്ളേരെങ്ങനെയാണ് ഒറ്റയ്ക്ക് എക്സിബിഷൻ ഒരു വർക്ക് ചെയ്തുകൊണ്ട് പോണത്? ഞാനിപ്പോൾ പറയാൻ ഞാനത് മുൻകൂട്ടി പറഞ്ഞെന്നുള്ളൂ. അതായത് നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ്സ് പറഞ്ഞ് ആരും വരണ്ട. അതായത് ആ കുട്ടിക്ക് പാറുവിനാണെങ്കിലും അത് ഒറ്റയ്ക്ക് ഒരു കത്രിക എടുത്തിട്ട് ഒരു പേപ്പർ വെട്ടാനടക്കം അറിയുന്നൊരു പ്രായമായിട്ടില്ല, ഒരു 4 വയസ്സുള്ള കുട്ടിക്ക്. അപ്പോൾ അവളെ ഹെൽപ്പ് ചെയ്യണം. അവളെപ്പോലുള്ള കുട്ടികളെ നമ്മൾ എടുത്തിരുത്തി ചെയ്യിപ്പിക്കുക, അങ്ങനെയാണ്. അപ്പോൾ പേപ്പർ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പാറുക്കൂട്ടം വന്നിരുന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ ദേ കിടന്ന് ഉറങ്ങി. ആൾക്ക് ഞാൻ പറഞ്ഞല്ലോ പനിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് നല്ല ക്ഷീണം, മരുന്ന് കഴിച്ചിട്ട് ഇപ്പോൾ
അപ്പോൾ അത് ഉറങ്ങി. കുറച്ച് കഴിയുമ്പോൾ വിളിച്ച് എണീപ്പിക്കണം ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഉറക്കത്തിലാണ്. ഇപ്പോൾ 8:30 ഞാൻ പറഞ്ഞ പോലെ സമയമായി. ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്കാണെങ്കിൽ ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര കുറവാണ്. കീത്തുന്ന സാധനം ഈ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഉണ്ട്. ഇതിപ്പോൾ ഭയങ്കര ക്ഷമയോട് കൂടി ചെയ്യേണ്ട കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ ഞാനത് ചെയ്യാൻ നോക്കട്ടെ. ഇന്നലെ നമ്മൾ സാധനങ്ങൾ പുറത്ത് പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പോവാം. ഇനിയാണ് നമ്മൾ നമ്മുടെ മെയിൻ പരിപാടിക്ക് കടക്കാൻ പോണത്. നല്ല രസമുണ്ടല്ലേ ഈ A4 ഷീറ്റുകൾ. ഇങ്ങനെ ഞാനൊരു ബണ്ടിലാട്ടോ മേടിച്ചത്. എനിക്കിതിൻ്റെ പ്രൈസ് ഓർമ്മയില്ല. നമ്മളെപ്പോഴും ഇങ്ങനത്തെ ക്രാഫ്റ്റുകളൊക്കെ എപ്പോഴും ഉണ്ടാക്കിപ്പിക്കുന്ന ടീംസ് ആണെങ്കിൽ, സ്കൂളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എപ്പോഴും ഉണ്ണികൾക്ക് ഇങ്ങനെ ഒരു ബണ്ടിൽ എടുത്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ ആ ഒരു വീഡിയോയിലനുസരിച്ച് നമുക്ക് ഈ കളേഴ്സൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എല്ലാതും 10 കളർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ ഷേപ്പിൽ, എനിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സ്കെയിൽ നേരെ വരയ്ക്കാൻ കൂടെ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ സ്കെയിൽ വരയ്ക്കുമ്പോൾ വളഞ്ഞു പോകും. കുഞ്ഞിലേ അങ്ങനെ തന്നെയാണ്. പക്ഷേ വരയ്ക്കാൻ അറിയത്തില്ല. പക്ഷേ എൻ്റെ സഞ്ജു ഉണ്ടല്ലോ, അതിനെ നന്നായിട്ട് വരയ്ക്കും. അവനിങ്ങനെ ആൾക്കാരുടെ ചിത്രമൊക്കെ വരയ്ക്കുന്ന ആളാണ്. അപ്പോൾ വരയ്ക്കുന്ന വെച്ചാൽ പ്രൊഫഷനായിട്ട് വരയ്ക്കുന്ന ആളല്ല, പക്ഷേ അവൻ നല്ല രീതിയിൽ വരയ്ക്കും. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫോട്ടോ അവൻ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കുന്നുണ്ട്. അവൻ എൻ്റെ മാത്രമേ വരയ്ക്കാത്തതുള്ളൂ. അവൻ പറയും നിൻ്റെ വരച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ശരിയാവില്ല എന്ന് പറയും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇലയുടെ ഒരു ഷേപ്പിൽ വരച്ച് കിട്ടിയിട്ട് ഇതൊരു കുമ്പിൾ ഷേപ്പാക്കി എടുക്കണം. ഞങ്ങൾ വീഡിയോയിൽ കണ്ടപ്പോൾ ഇത് സിമ്പിളാണെന്ന് വെച്ചത്, പക്ഷേ ഇത് സിമ്പിളല്ല. അതേപോലെ ഇത് ജസ്റ്റ് നോക്കി നോക്കാം കേട്ടോ. ഏറ്റവും പ്രശ്നം നമ്മുടെ അല്ലൂനും അയിനൂനും കാശിക്കും ആർക്കും വയ്യ. പാറുവിന് പനിയാണ്, പക്ഷെ കുറവായിട്ടുണ്ട്. അപ്പോൾ നാളെ പാറുവിന് ഇത് വെച്ചിട്ട് ഒരു ചെറിയൊരു സ്പീച്ചും ഉണ്ട്. അപ്പോൾ എന്തായാലും നാളെ വിട്ടേ പറ്റൂ. അയിനൂനും അല്ലൂനൊക്കെ ലൂസ് മോഷനാണ്, ഭയങ്കര വാശിയാണ്. പക്ഷെ നമ്മളാണെങ്കിൽ ഈ ക്രാഫ്റ്റ് നമുക്ക് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ അതായത് കമ്പൽസറി എന്നല്ല, നമുക്കിങ്ങനെ സ്പീച്ചൊക്കെ ഉള്ളതുകൊണ്ടേ പാറു അത് ഉണ്ടാക്കി കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ പിന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചെല്ലാം സെറ്റാക്കിയതല്ലേ, പിന്നെ നമുക്കത് വേണ്ടാന്ന് വെച്ചിരിക്കാനും പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു സംഭവം. അപ്പോൾ അത് നമ്മൾ നല്ല ഭംഗിയായിട്ട് ബട്ടർഫ്ലൈനെ നികിലും കൂടെ ഹെൽപ്പ് ചെയ്ത് വെട്ടിയെടുത്തു. പിന്നെ ഒരു കാര്യം, എപ്പോഴത്തുള്ള പോലെ ഞങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ അച്ഛനും ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കോളും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്ന് നോക്കിയിട്ട് ഞങ്ങളിരിക്കുകയാണ്. ഈ ഒരു ഇങ്ങനെ ഷേപ്പിൽ വെട്ടാനും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു കുമ്പിളാക്കാനുമാണ് ഏറ്റവും പണി വെട്ടത്. ഒരു സുഖമില്ലായ്മ തോന്നിയത്. ആദ്യമൊന്നും ഭയങ്കര പ്രയാസമായിരുന്നു, പിന്നെ ഒരു നാക്ക് കിട്ടി. പിന്നെ ഈ വരച്ച് ചെയ്യുന്നതിന് പകരം ഏട്ടനൊക്കെ വന്നപ്പോൾ വേറൊരു ഐഡിയ വെച്ച് അവർ കറക്റ്റ് ഇങ്ങനെ വെട്ടിയൊക്കെ തന്നായിരുന്നു. അപ്പോൾ അതേ ഈ ബട്ടർഫ്ലൈക്ക് കറക്റ്റ് ഇത് കോപ്പി ചെയ്യണമെങ്കിൽ ഇത് കീത്തു തന്നെ വരണം. അതിൻ്റെ ഇടയിൽ അല്ലു വന്നു കരഞ്ഞ്, അയിന് വന്നു കരഞ്ഞ്, അവർക്ക് ഒരുപാട് പ്രാവശ്യം ഛർദ്ദിച്ചു, ഒരുപാട് പ്രാവശ്യം എന്താ പറയുക വയറ്റിൽ നിന്ന് പോയി. അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ ഓട്ടലും പിടിക്കലൊക്കെയാണ്. ഈ ഒരു ഇരുന്നിരിപ്പിലല്ല കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ഇച്ചിരി ലെങ്ത് ആയിരിക്കും, കാരണം നമ്മൾ ചെയ്തൊരു വർക്ക് ശരിക്കും കാണിച്ചു തരണം എന്ന് തോന്നിയോണ്ടാണ് കേട്ടോ നമ്മളത് അതുപോലെ കാണിച്ചു തരുന്നത്. ഇഷ്ടമുള്ളവർക്ക് അത് ഇരുന്ന് കാണാം, ചിലർക്ക് അത് ബോറിംഗ് ആയിട്ട് തോന്നാം. അങ്ങനെയുള്ള ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. അത് നോർമലാണ്. ചിലർക്ക് അത് ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷേ എന്താ പറയുക, ഭയങ്കര സന്തോഷത്തോടും കൂടിയിട്ടാണ് ഇടുന്നത്. ഞങ്ങൾ ഇതുപോലെ എക്സിബിഷൻ്റെ സംഭവം നമ്മൾ ഭയങ്കര വലിയ ഗ്രാൻഡ് എന്നല്ല, ഞങ്ങളുടെ ഒരു സന്തോഷം, നമ്മൾ ചെയ്തൊരു വർക്ക് ഇട്ടു എന്നുള്ളത്. എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക കേട്ടോ, നമ്മൾ മാത്രമല്ലേ, എല്ലാവരും എങ്ങനെയാണ്. പിന്നെ ഈ ഒരു വെക്കിനൊരു സംഭവം നിങ്ങളിപ്പോൾ ഒരു 2 സെക്കൻഡിൽ കണ്ടു, പക്ഷേ അതൊരു 10-20 മിനിറ്റ് എടുത്തിട്ട് അവൾ അത്ര ഒട്ടിച്ചത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ വീട്ടിലത്തെ പണികൾ ചെയ്യണം. അതായത് ഇപ്പം ഞാൻ ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് അച്ഛനമ്മക്ക് ഇരുന്ന് ഉണ്ണികളെ നോക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ അവരവിടെ അതും ഇതൊക്കെ ചെയ്തിട്ട്, പിന്നെ ഉറുമ്പുകൾ, നമ്മുടെ കടിയൻ ഉറുമ്പുകൾ കുറേ നടക്കുന്നുണ്ട്. അപ്പം അതും നമുക്ക് ശ്രദ്ധിക്കണം. നമുക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വിജയം എന്താണെന്ന് പറയുക, ഞങ്ങളോട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അതായത് ഞങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഞങ്ങൾ നിൽക്കാറില്ല എന്നുള്ളതാണ് സത്യം. അതായത് നമ്മുടെ സാഹചര്യം ഇങ്ങനെയല്ലേ, അപ്പോൾ ഈ സാഹചര്യം കണ്ടിട്ട് നിങ്ങൾക്ക് അതുപോലെ നിന്നൂടെ എന്ന് ചോദിക്കുന്നവരോടാണ് പറയാനുള്ളത്. പക്ഷെ ഞങ്ങളങ്ങനെ നിൽക്കില്ല. ഞങ്ങൾക്ക് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം ഞങ്ങൾ ചെയ്യും കേട്ടോ. ഇപ്പോൾ അതേ അയിനൂന് അമ്മ എടുത്തിരിക്കുകയാണ്. വയ്യ കേട്ടോ അയിനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് അപ്പോൾ മരുന്നൊക്കെ കൊടുത്തിട്ട് അമ്മയുടെ അടുത്തൊക്കെ ഓക്കെയാണ്, അങ്ങനെ സുഖമായിട്ട് നിൽക്കണം. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു വാശിയാണ്. പാറൂസ് അപ്പഴത്തിനും ഒന്ന് ഉറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉറങ്ങിക്കോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് എണീപ്പിക്കാമെന്ന് വിചാരിച്ചു. പുറത്തതേ അച്ഛൻ അല്ലൂനെ പിടിച്ച് നിൽക്കുന്നുണ്ട്, കാശിനെയും പിടിച്ച് ഏട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ.
പിള്ളേർ ഇപ്പം നല്ല മൂഡിലാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നല്ല രസത്തിൽ ഇങ്ങനെ ഒട്ടിച്ച് വന്നു. പക്ഷേ ഈ ഒരു കളേഴ്സ് മാത്രമല്ല, കുറേ കളേഴ്സ് ഉണ്ട് ചെയ്യാനായിട്ട്. കീത്തു പിന്നെ ബയോളജി സയൻസ് ആയിരുന്നു. അവൾക്ക് ഇങ്ങനെ വരയ്ക്കാനും പിടിക്കാനും കുറേ റെക്കോർഡുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലവൾക്ക് ഭയങ്കര എക്സ്പീരിയൻസാണ്. ഞാൻ കൊമേഴ്സ് ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ലെവലിലൊന്നും യാതൊരുവിധ ചിന്താഗതിയുമില്ല. ഏട്ടനും വരയ്ക്കാനും പിടിക്കാനും IT ആയതുകൊണ്ട് ഏട്ടനും കുറേ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അറിയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാറൂസ് എണീറ്റ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിള്ളേർ കാണണം നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണ്, നമ്മൾ എന്താണ് അവർക്ക് വേണ്ടി ചെയ്യുന്നതെന്നുള്ളത് പിള്ളേർ കാണണം. അതുകൊണ്ട് തന്നെ അവൾ എണീറ്റ് സമയത്തിന് ഉറക്കാൻ നിന്നില്ല. സമയം ഇപ്പോൾ 10:05 ഒന്നും ആയിട്ടില്ല. നമ്മൾ ചെയ്ത് ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. പാറൂസ് അപ്പം എണീറ്റിരുന്നതാണ്. ഞങ്ങളുടെ കൂടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്ന അവൾക്ക് കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ ഈ കാണുന്നൊരു ലെയർ വെക്കുക എന്നുള്ളത് ഇച്ചിരി ടാസ്ക്കായൊരു സംഭവമായിരുന്നു. നമ്മൾ കാണുന്ന പോലെയല്ല, ഇച്ചിരി പ്രയാസമായിരുന്നു. എങ്ങനെയോ ഞാൻ ചെയ്തു. ഞങ്ങളെ കൊണ്ട് തീരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇതേ അച്ഛൻ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അച്ഛനെ കൊണ്ട് പറ്റുന്നത്. ഈ ഒരു ഒട്ടിക്കുന്ന ഒരു പരിപാടി എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ക്ഷമയില്ലാത്ത ഒരാളെ കൊണ്ട് എന്നെ കോളാക്കി വെക്കും. കീത്തുവിനപ്പോൾ ഉണ്ണീനെ എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ ഒട്ടിക്കുകയാണ് സമയം തയ്ക്കാനായിട്ട്. ലാസ്റ്റ് ഇതൊക്കെ വയ്യ, ഞങ്ങൾക്ക് തണ്ടലും പുറകെ കഴിച്ചിട്ട് വയ്യടെ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ സംഭവങ്ങൾ. ഈ റെഡ് ഒട്ടിക്കേണ്ട ഒരു സ്ഥലം, ഈ ഒരു സ്ഥലമായപ്പോഴത്തേനും നമുക്ക് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേനും അതിന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഒരു സ്വപ്നം കണ്ടായിരുന്നു. അപ്പം പിടിച്ച കരച്ചിലാണ്, അവൻ നിർത്തിയിട്ടുണ്ടായില്ല. അപ്പം അതിന് മുമ്പുള്ളൊരു പോർഷൻ കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് വയ്യാണ്ടായി. അതായത് ഇത്രയും ലേറ്റായിട്ട് നമ്മൾ ഇരുന്നിട്ടില്ല ശരിക്കും. ഇപ്പോൾ ഇതൊക്കെ സമയം 11:45 ആയിട്ടുണ്ട്. അയനുട്ടൻ കുറച്ച് കരച്ചിലായിരുന്നു. അല്ലൂന് അമ്മ ഉറക്കി, ഏട്ടൻ കാശീനെ ഉറക്കി. അപ്പം കാശീനെ ഉറക്കൊക്കെ എടുത്തിട്ട് പാറുവിനെ വിളിക്കാൻ മേലയിൽ കൊണ്ടുപോയി കെടുത്താൻ വേണ്ടി നോക്കണ്ട. പക്ഷെ പാറു പോണില്ല കേട്ടോ, ഇത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ്. എനിക്ക് ഇരുത്താനായിട്ട് ഭയങ്കര മടിയായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ രാവിലെ എണീക്കില്ല. അവൾക്ക് പിറ്റേ ദിവസം അവൾക്ക് കളർ ഡ്രസ്സാണ് ബട്ടർഫ്ലൈ ഡേക്ക് ഇട്ടുണ്ടോണത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊന്നും അവൾ നിന്നിരില്ല. പക്ഷെ ആള് കൂട്ടാക്കുന്നേ ഉണ്ടായിരുന്നില്ല. എനിക്കിവിടെ നിൽക്കണം, ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കര വാശിയും പിടിച്ചലൊക്കെ ആയിരുന്നു. അപ്പോൾ നിന്നോ ഏട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കീത്ത് ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ജസ്റ്റ് എണീറ്റു, പിന്നെ അവനൊന്ന് ഉറക്കി ഓടി വന്നു ചെയ്തു. ഞങ്ങൾ ഇത്ര നേരമായിട്ട് ചോറും കൊണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ അതായത് നമ്മുടെ പാറുക്കുട്ടൻ മോറും വീർപ്പിച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അച്ഛൻ പൊക്കോ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനും വിചാരിച്ചു കൊച്ചു നിൽക്കണമെങ്കിൽ നിൽക്കട്ടെ, കാരണം അവൾ കാണട്ടെ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവളുടെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് നമ്മുടെ ഇതിൽ വേണ്ടേ. പിന്നെ ബാക്കിയുള്ള നെഗറ്റിവിറ്റി പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവൾക്കൊന്ന് നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. അതായത് അവളെ കൊണ്ട് ഒന്നും ചെയ്യാറായിട്ടില്ലല്ലോ അവള്. അപ്പോൾ അത് അവൾ ഒറ്റയ്ക്ക് ചെയ്യട്ടെ. അപ്പോൾ അതേ ഞാനിങ്ങനെ ഇങ്ങനെ കുമ്പിളുണ്ടാക്കേണ്ടത് കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാറു അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെവിക്കോൾ ഉണ്ടല്ലോ, ഫെവിക്കോൾ ഇങ്ങനെ കൈമ്മൽ ഒട്ടിക്കും. ഇതേ സമയം നോക്കൂ 12 മണിയായിട്ട് ഗൈസ്. ഫെവിക്കോൾ കൈമുട്ടിച്ചിട്ട് അതിങ്ങനെ ഉരിച്ചുകൊണ്ടിരിക്കും. അതാണ് പാറോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ വെച്ചിട്ട് അവിടെ നിന്നായിരുന്നു. അപ്പുറത്ത് ഉണ്ണികൾ ഭയങ്കര വാശിയാണ് കേട്ടോ. അതിനൊന്നും ഒട്ടും വൈകൈസ് നമ്മുടെ ഇത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് മക്കൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലായിടത്തും ഈ വൈറൽ ഡയറിയ പരന്നിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് പരക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ അല്ലൂനും അയിനൂനും ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. കാശിക്കും വയറിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ വൊമിറ്റിങ്ങിക്കും എന്താ പറയുക ലൂസ് മോഷനൊന്നും ആയിട്ടില്ല. പാറുവിൻ്റെ പനി വന്ന് പോയിട്ടുള്ളൂ. ഇവിടെ അച്ഛനും പനി ഉണ്ടായിരുന്നു. ആകപ്പാടെ സീനായിട്ടിരിക്കുകയാണ്. നിങ്ങളും എന്തായാലും ശ്രദ്ധിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് ഉണ്ണികൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടോ അവിടെ ഇപ്പം വൊമിറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ്. അങ്ങനെ വൊമിറ്റിങ്ങോ എന്തോ ഇതായിട്ട് ഞാൻ അങ്ങോട്ട് ഉണ്ണീൻ്റെ അടുത്തേക്ക് പോകണമാണ് ഇപ്പോൾ കാണുന്നത്. അറ്റ് ലാസ്റ്റ് നിഖിലും കൂടെ ചേർന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ ആരും ഇല്ല ഇതിൽ ഇൻവോൾവ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ഞങ്ങൾ വേറൊരു ഗിൽറ്റ് പേപ്പർ വെച്ച് ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഒട്ടിക്കാനൊക്കെ ആയിട്ട് കീത്തുവിന് ഒട്ടും ഇണങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കീത്തോടെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം നിഖിൽ വന്നിട്ട് ഞങ്ങൾ ആ ബബിൾസ് പോലത്തെ സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ ഒട്ടിച്ചു. ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നില്ല. അതേ 12 മണി നേരത്താണ് കീത്ത് ചോറിനുള്ളത്. നിഖിൽ എനിക്ക് ഷെയ്ക്ക് അടിച്ച് തന്നിട്ട് ഞാൻ അതും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുട്ടൻ നല്ല ക്ഷീണത്തിൽ കരഞ്ഞ് വിളിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അവളിങ്ങനെ കെടുക്കണ വരുന്നതുകൊണ്ടല്ല, അവിടെ നനങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എണീക്കും. അപ്പോൾ അവസാനം നമ്മുടെ വർക്ക് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഞങ്ങൾക്ക് വന്നൊരു ഐഡിയ ആണ് സെൻറ്ററിൽ ഇങ്ങനെ ചെയ്യാന്ന്. പിന്നെ പൂമ്പാറ്റയുടെ കൊമ്പ് കീത്തു അവിടെ കെടുന്നിട്ടാണ് വരച്ചു തന്നത്. അതൊക്കെ വെട്ടി ഒട്ടിച്ചു എങ്ങനെയൊക്കെയോ ചെയ്തു.
പിന്നെ ലാസ്റ്റ് നമ്മളാ റെഡ് വെച്ചിരിക്കുന്നത് ആകെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയി. കാരണം അത് നമുക്കിങ്ങനെ പറയാം, ഒന്നാമത് സമയം വൈകി, പിള്ളേരും കരച്ചിൽ, എല്ലാവരും ഭയങ്കര ഇത്. അപ്പോൾ വിചാരിച്ചു എങ്ങനെയെങ്കിലും അത് ഫില്ല് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഇടയിൽ ഇങ്ങനെ കുത്തി കയറ്റിയായിരുന്നു. പക്ഷെ ഞങ്ങൾ വിചാരിച്ചേ ഇല്ല കേട്ടോ, ഇത് ഇങ്ങനൊരു ലെവലാവുന്നേ നമ്മൾ വിചാരിച്ചില്ല. ഇത് നമുക്കൊരു സംഭവം എന്താണെന്നറിയോ, നമ്മൾ കാണുന്ന ഏതൊരു ചെറിയ വർക്കിൻ്റെ പിന്നിലും ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ടാവും. അത് സമയം 1 മണിയാണ് ആവണത്. ഞങ്ങൾ എത്ര മണിക്കൂർ എടുത്തിട്ടാണെന്നറിയോ ഞങ്ങൾ ഈ ഒരു സംഭവം ചെയ്തത്. അപ്പോൾ ഒരു ചെറിയ കലയും ഒരു ചെറിയൊരു വർക്കും ആർട്ടും നമ്മളത് ചെറുതായി കാണരുത്. കാരണം അതിൻ്റെ പിന്നിലുള്ള കൈകൾ ചെറുതല്ല. ഇഷ്ടംപോലെ ആൾക്കാരെ പണി ആ ഒരു വർക്കിലുണ്ടാവും. ഞങ്ങളെപ്പോഴും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടത്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇത് നാളെ സ്കൂളിലേക്ക് കൊടുത്തയച്ചിട്ട് വൈകുന്നേരം കൊണ്ടുവരുന്നൊരു സാധനമാണ്. പക്ഷേ നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ചെയ്യണമെന്ന് എനിക്കും അതേപോലെ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നിർബന്ധമാണ്. അവൾക്ക് ഏറ്റവും ബെസ്റ്റ് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്തോ അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. ഇപ്പോൾ സമയം 1:30 മണിയായിട്ടുണ്ട്. കേട്ടോ ഈ ലൈറ്റ് ഓഫ് ചെയ്യണ്ടാവും അവർക്ക് ഇപ്പം വരണമെങ്കിലും. 1:30 മണി തണ്ടലൊന്നും നീരുന്നില്ല. അപ്പോൾ അങ്ങനെ കണ്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നാളെ കൊടുക്കാം, പാറൂട്ടന് കയ്യിൽ കൊടുക്കാം. പാറൂസ് ഉറങ്ങിയപ്പോൾ തന്നെ 12:30 കഴിഞ്ഞിട്ടോ. രണ്ടുപേരും നല്ല ഉറക്കമായിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, നാളെ കാണാം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയായി. നമ്മുടെ വർക്ക് വന്നിട്ട് ഇതാണ്. ഈ പറഞ്ഞ പോലെ റെഡ് അറേഞ്ച് ചെയ്തത് ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഞങ്ങളെ കൊണ്ടാവുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ ചെയ്തത്. പാറക്കുട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. നമ്മൾ എന്തിട്ട് അസംബ്ലിയില് എന്നിട്ടാ പറഞ്ഞേ, സ്പീച്ച് പറഞ്ഞേ. വെരി ഗുഡ്, ഗുഡ് ഗേൾ ആയിട്ട് പറയണം കേട്ടോ. As they grow, they transform into pupae. Then as adult butterflies പറയില്ലേ? ഗുഡ് ഗേൾ ആയിട്ട് പറയണം കേട്ടോ. സൂക്ഷിച്ച് അത് കാറിൽ കൊണ്ടുപോവാ, സൂക്ഷിച്ചൊക്കെ പിടിക്കണം കേട്ടോ പിന്നോ, അല്ലെങ്കിൽ മൊത്തം കാശിക്കുട്ടാ. ഇന്ന് ഇച്ചിരി ലേറ്റ് ആവുകയും കൂടെ ചെയ്തു. പാറും ഭയങ്കര വാശിയും കരച്ചിലായിരുന്നു. അപ്പോൾ ഏട്ടൻ കാറും കൊണ്ടാണ് കേട്ടോ പോണത്. അതിങ്ങനെ വെക്കണ്ടേ, ഇതിപ്പോൾ കൊണ്ടുപോയിട്ട് വൈകുന്നേരം കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര കണ്ട മണിക്കൂറും ഇത്ര ഉറക്കമുളച്ചൊക്കെ ചെയ്തത്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മുടെ പാരൻസിന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അവൾക്ക് നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ. ഒരു സ്പീച്ചൊക്കെ ഉണ്ട്, സ്പീച്ച് ഒരു 2 സെൻറ്റൻസ് ഉണ്ട്, നന്നായിട്ട് പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ചെയ്തൊരു വർക്ക് ഇഷ്ടമായെന്ന് വയ്ക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ, എന്ത് കമൻറ്റ് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോയും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ചിലപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫ് ആയിരിക്കും, അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. കമൻറ്റ് ബോക്സ് ഓഫ് അല്ലെങ്കിൽ നമ്മളെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ.